റഷ്യയിൽ മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ റഷ്യയിൽ കാണാനായിട്ട് ഇഷ്ടം പോലെ മനോഹരമായ സ്ഥലങ്ങളുണ്ട്. ടൂറിസ്റ്റുകൾക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റിയിട്ടുള്ള ഒരുപാട് അതിമനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ റഷ്യയിലുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഞാൻ പറയുന്നത്. അപ്പം ടൂറിസ്റ്റുകളായിട്ട് റഷ്യയിലേക്ക് വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായും സന്ദർശിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് അടിപൊളിയായിട്ടുള്ള നല്ല വൈബായിട്ടുള്ള സൂപ്പർ സ്ഥലങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയുടെ നിങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഹായ് ഗൈസ്, റഷ്യയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നഗരം, ഒരു സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരുടെ മനസ്സിൽ ഓടി വരുന്ന റഷ്യയുടെ ക്യാപിറ്റലായിട്ടുള്ള മോസ്കോ ആയിരിക്കും. അതായത് വർഷങ്ങൾക്ക് മുമ്പ് റഷ്യയുടെ ക്യാപിറ്റൽ സെന്റ് പീറ്റേഴ്സ്ബർഗ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ റഷ്യയുടെ ക്യാപിറ്റലായിട്ടുള്ളത് മോസ്കോ ആണ്. അതുപോലെ തന്നെ റഷ്യയിൽ കാണാൻ പറ്റിയിട്ടുള്ള ഒരുപാട് അതിമനോഹരമായിട്ട് സ്ഥലങ്ങളുണ്ട്. മോസ്കോ സ്റ്റേറ്റിൽ തന്നെ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട് കാണാൻ പറ്റിയിട്ടുള്ള. നമുക്ക് റെഡ് സ്ക്വയർ നോക്കുകയാണെങ്കിൽ ഒരുപാട് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് റെഡ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നിറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ റെഡ് സ്ക്വയർ. അതുപോലെ തന്നെ ഒരുപാട് ഗാർഡൻസ് ഉണ്ട്. പിന്നെ സൂ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സൂ പാർക്കിനെ കുറിച്ചൊക്കെ ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ ഇല്ല ഒരു സൂ പാർക്ക്. ഈവൻ എലിഫന്റ് പോലും ആ സൂ പാർക്കിൽ ഉണ്ട് എന്നുള്ളതാണ് റഷ്യയിലുള്ള മോസ്കോയിലുള്ള സൂ പാർക്ക് നിങ്ങൾക്ക് സന്ദർശിക്കാം. അതുപോലെ തന്നെ റെഡ് സ്ക്വയർ നിങ്ങൾക്ക് സന്ദർശിക്കാം. അതുപോലെ തന്നെ ഒരുപാട് കാണാനുള്ള ഗാർഡൻസ് പിന്നെ ഒരുപാട് മെട്രോകൾ, ക്ലാസിക്കൽ മെട്രോസ് ഉണ്ട് ഒരുപാട് അണ്ടർഗ്രൗണ്ടിൽ. അതൊക്കെ വളരെ ചരിത്രപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ മോസ്കോ തന്നെയുണ്ട്. പിന്നെ സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് ഒരുപാടുണ്ട്. ക്ലാസിക്കൽ ബിൽഡിങ്സ് വളരെ അതിമനോഹരമായിട്ടുള്ള യൂറോപ്പിനെ വെല്ലുന്ന തരത്തിലുള്ള, യൂറോപ്പിനേക്കാളും അതിമനോഹരമായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്ങുകൾ, ക്ലാസിക്കൽ ലുക്കായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള റോഡുകൾ, ക്ലീൻ സിറ്റികൾ, അതുപോലെ തന്നെ വളരെ 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 മനോഹരമായിട്ടുള്ള ഓരോരോ എക്സിബിഷൻസ് അതിനകത്ത് ഉണ്ടാകുന്ന റഷ്യയുടെ മുമ്പ് കാലത്ത് ഉണ്ടാകുന്ന എക്സിബിഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പഴയ രീതിയിലുള്ള റെസ്റ്റോറൻറ്റുകൾ, പഴയ ക്ലാസിക്കൽ മോഡലുള്ള വീടുകൾ ഒക്കെ നിങ്ങൾക്ക് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ബുള്ളറ്റ് ട്രെയിനുകൾ, അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനുകളിലൊക്കെ നിങ്ങൾക്ക് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു വളരെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്, റഷ്യയുടെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഒരു ടൗൺ ആണ് ടുമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടുമൈനിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ടുമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാസ്പ്രോ, അതുപോലെ ഏറ്റവും കൂടുതൽ റിച്ച് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു റഷ്യയുടെ ഒരു സ്റ്റേറ്റ് ആണ് ടുമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്നത് ഗ്യാസ്പ്രോ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലാണ് കൂടുതൽ ആൾക്കാരും വർക്ക് ചെയ്യുന്നത്. നല്ല ഇൻകം ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ദുബായിൽ നിന്നൊക്കെ അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഒരുപാട് നടക്കുന്നുണ്ട്. അതായത് ഈ ഗ്യാസ്പ്രോ ഇൻഡസ്ട്രിയിലേക്ക് ആളുകളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ കൂടുതൽ ആളുകളും വന്നിറങ്ങുന്നത് ടുമൈൻ പോലുള്ള സ്റ്റേറ്റുകളിലേക്കാണ് കൂടുതൽ ആളുകളും വരുന്നത്. പിന്നെ മനോഹരമായിട്ടുള്ള മറ്റൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂർമൻസ്ക് ഉണ്ട്. അതുപോലെ തന്നെ മൂർമൻസ്കിൻ്റെ എന്ന് പറഞ്ഞാൽ ഹിബിനയ മൗണ്ടെയ്ൻസ്, അതായത് തന്നെ ഫൊസാഗ്രോ, ഒരുപാട് മൗണ്ടെയ്ൻസ്, അതായത് മിനറൽസ്, ധാതുക്കൾ അതൊക്കെ അടങ്ങിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള മഞ്ഞുമലകളൊക്കെ ഉള്ള ഒരുപാട് നല്ല 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 സ്ഥലങ്ങൾ നിങ്ങൾ മൂർമൻസ്കിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുകൂടെ നിങ്ങൾക്ക് അവിടെ സ്കീറ്റിംഗ് ചെയ്യാൻ പറ്റും, സ്റ്റേ ചെയ്യാൻ പറ്റും. ഒരുപാട് സംഭവങ്ങൾ മൂർമൻസ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പോളാർ നൈറ്റ്, അതായത് 3 മാസം രാവിലെ ഇല്ല, രാവിലെ മാത്രമുള്ള 3 മാസങ്ങൾ. പിന്നെ അതുപോലെ സൂര്യൻ ഉദിക്കാത്ത 3 മാസത്തോളം സൂര്യൻ ഉദിക്കാതെ നിൽക്കുന്ന ഒരു പ്രതിഭാസം. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ മൂർമൻസ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ മറ്റൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്ത്രമ, നിഷ്വിനോഗറത്ത്, വ്ളാഡിവോസ്റ്റോക്ക്, അതുപോലെ തന്നെ നോവോസിബിർസ്ക്, സൈബീരിയൻ്റെ പല സ്ഥലങ്ങളും, യകൂത്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ -56 ഡിഗ്രി -70 പോകുന്ന വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള ജാക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ കരുതുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ സേഫ്റ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഇവിടുത്തെ ഒരു ജനവിഭാഗത്തെ പോലെ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാലൊന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല. നല്ല തക്കൂടും തണുപ്പായിരിക്കും. പക്ഷെ വളരെ നല്ലൊരു വൈബായിരിക്കും. നല്ല വൈബ് എന്ന് പറഞ്ഞാൽ വളരെ സൂപ്പറാണ്. തീർച്ചയായും സന്ദർശിക്കേണ്ട ഈ സ്ഥലങ്ങളൊക്കെ തീർച്ചയായും നിങ്ങൾ സന്ദർശിക്കുക. ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ സന്ദർശിക്കാൻ പറ്റിയ ഈ സ്ഥലങ്ങളൊക്കെയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള റഷ്യയിലെ സ്ഥലങ്ങൾ. ഇനിയും ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ ഒരുപാട് വേറെയും ഉണ്ട് കേട്ടോ. അപ്പോൾ
ഞാൻ കൂടുതൽ വീഡിയോയിലൂടെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സന്ദർശിക്കാൻ നോക്കുക. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വിസയിൽ വരുന്നതിനേക്കാൾ നല്ല 28 ദിവസത്തേക്കുള്ള ടൂറിസ്റ്റ് വിസയിൽ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിൽ വന്ന് നിങ്ങൾക്ക് അത്യാവശ്യം ടൈമുണ്ട്. ആ ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കൂടുതൽ സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ടൂർ പാക്കേജ് ആയിട്ട് നിങ്ങൾ വരിക. ടൂർ പാക്കേജ് എന്നുള്ള രീതിയിൽ വന്നിട്ട് ഈ സ്ഥലങ്ങൾ, പിന്നെ നിങ്ങളെ കൂടെ ഒരു ടൂറിസ്റ്റ് ഗൈഡ്, അതായത് റഷ്യൻ ഭാഷ അറിയാവുന്ന ഒരു ഗൈഡിനെ കൂടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ റഷ്യക്കാരൊക്കെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവരുടെ കൂടെ ഒരു ടൂറിസ്റ്റ് ഗൈഡായിട്ടുണ്ടാവും. കാരണം ഈ ടൂറിസ്റ്റ് ഗൈഡിന് കാര്യങ്ങളൊക്കെ ആ ടൂറിസ്റ്റ് ഗൈഡ് ഇന്ത്യയിൽ വന്നിട്ട് എല്ലാം പഠിച്ചിട്ടായിരിക്കും ഇവിടെ നിന്നുള്ള റഷ്യയിൽ നിന്നുള്ള ആളുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മലയാളി ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഗൈഡിനെയും കൂടി നിങ്ങളെ കൂടെ വെക്കുക. എന്നിട്ട് നിങ്ങൾ രാജ്യങ്ങൾ റഷ്യയിലുള്ള പല സ്റ്റേറ്റുകളും സന്ദർശിക്കാൻ നോക്കുക. ഒരു ഗ്രൂപ്പായിട്ട് വരിക. അത് നല്ലൊരു വളരെ മനോഹരമായിട്ടുള്ള നിങ്ങൾക്ക് ഒരു ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സന്ദർശിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മഞ്ഞുമലകളൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ്. അതിമനോഹരമായിട്ടുള്ള മഞ്ഞുമലകളാണ് റഷ്യയിലുള്ളത്. മഞ്ഞുമലകൾ സെൻട്രലിൽ മാത്രം ടൗൺ, വളരെ യൂറോപ്പിനേക്കാളും വലുതാണ്. ഞാൻ പറഞ്ഞില്ലേ, അമേരിക്കൻ്റെ ഒരു ഭാഗം റഷ്യ വലി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമേരിക്കയിൽ പോകണ്ട, യൂറോപ്പിലും പോകണ്ട. യൂറോപ്പിൻ്റെ ഒരു ഭാഗം റഷ്യ അതിലുണ്ട്, അതുപോലെ തന്നെ അമേരിക്കയുടെ ഒരു ഭാഗം റഷ്യയാണ്. അപ്പോൾ റഷ്യ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ രാജ്യമാണ്, ഏറ്റവും വലിയൊരു ഭൂഖണ്ഡ ഏറ്റവും വലിയ രാജ്യം തന്നെയാണ് റഷ്യ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ എന്തായാലും സന്ദർശിക്കുക. ഒരു 50-56 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് സന്ദർശിക്കാൻ പറ്റിയ പെൻഷനായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ റഷ്യയിൽ വന്നാൽ ദർശിക്കാൻ പറ്റിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്താലും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.